ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് സോഷ്യൽ സയൻസിലെ കുറച്ചൊരു മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ മുൻകാലങ്ങളിൽ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന 2-3 ചോദ്യങ്ങൾ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അറ്റൻഡ് ചെയ്യുക. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. എത്രണ്ണം തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതിൽ നിങ്ങൾ കാണാത്ത ഏതെങ്കിലും പോയിൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ചോദ്യങ്ങൾ പുതിയ അറിവായിരുന്നു എന്ന ഒരു വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുന്ന നിങ്ങളുടെ കമൻറ്റുകൾ വല്ലാതെ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. പരീക്ഷ വരെ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞും നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അറിയാലോ അല്ലേ? കുറച്ച് ദിവസമേ ഉള്ളൂ. ഒന്ന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഉഴപ്പിക്കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങളുടെ റിസൾട്ട്. നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തു എന്നതിൽ നമുക്ക് മറന്നേക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 40 ദിവസം എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ അതിനെ സമയം വിനിയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് ഉപദേശത്തിലേക്ക് പോകുന്നില്ല, നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഈജിപ്തിനെ നൈൽ നദിയുടെ ധാനം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് ഹെറഡോട്ടസ്. ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് കുഫു രാജാവാണ്. മനുഷ്യ ശിരസും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഈജിപ്തിലെ ശില്പരൂപമാണ് അബു സിംബൽ. വിശുദ്ധമായ എഴുത്ത് എന്ന് അർത്ഥം വരുന്ന ഹൈറോഗ്ലിഫിക്സ് ആണ് ഈജിപ്തുകാരുടെ എഴുത്തുവിദ്യ. ഓക്കെ, ഈജിപ്തുകാരുടെ എഴുത്തുവിദ്യ. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതിൽ തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. എഗെയിൻ അതേ രീതിയിൽ തന്നെയാണ്. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതമാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതമാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം. തെറ്റായതാണ് ചോദിച്ചത്. ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. എളുപ്പമുള്ള ചോദ്യമാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒറ്റ വായനയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. ഓക്കെ, നന്നായിട്ട് ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ട് ഈ പ്രസ്താവനയ്ക്കുള്ളിലൂടെ വായിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഹിമാലയം പഠിച്ചവർക്ക് ഉറപ്പായും കിട്ടും. മൂന്നാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. എഗെയിൻ സെയിം പാറ്റേൺ. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ അറിയപ്പെടുന്നത് ഇടവപ്പാതി എന്നാണ്. കേരളത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ്. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസമാണ് മൺസൂൺ കാറ്റുകൾ. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഏതാണ്? പരിശോധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചുവടെ തന്നിരിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ച് തുറമുഖം ഏതെന്ന് തിരിച്ചറിയുക. തുറമുഖമാണ് ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം, ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖം, സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം, പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം, ദീൻദയാൽ, ജവഹർലാൽ നെഹ്റു തുറമുഖം, കാമരാജർ തുറമുഖം, VO ചിദംബരനാർ തുറമുഖം. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് 4 ഓപ്ഷൻ. ഇതിലേത് തുറമുഖമാണ് ഈ പറഞ്ഞ 4 പ്രസ്താവനയുമായിട്ട് മാച്ച് ചെയ്യുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അഞ്ചാമത്തെ ചോദ്യം. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം, പുന്നപ്ര വയലാർ സമരം, ചാന്നാർ ലഹള, മൊറാഴ സമരം. ആറാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കൃതി ഏത്? ആത്മാനുതാപം, ദർശനമാല, ജാതി നിർണയം, നവമഞ്ജരി. ഏഴാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ശരിയായതാണ് എഴുതാൻ പറഞ്ഞത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവാണ് TK മാധവൻ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വരയ്യറാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 1ഉം 2ഉം മാത്രം, 2ഉം 3ഉം മാത്രം, 1, 2, 3 മാത്രം, എല്ലാം എന്ത് ശരിയായ പ്രസ്താവന. യെസ്. എട്ടാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? വാഗൻ ട്രാജഡി, സവർണ ജാഥ, കിഴടിയൂർ ബോംബ് കേസ്,
പട്ടിണി ജാഥ. ഏതാണ് ഉത്തരം? എളുപ്പത്തിൽ കിട്ടും. 9ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഈ സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതാരാണ്? 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. INC പഠിച്ചവർക്ക് ഈ സമ്മേളനം ഒഴിവാക്കാനേ പറ്റില്ല. ആരാണ്? മോത്തിലാൽ നെഹ്റു ആണോ, ജവഹർലാൽ നെഹ്റു ആണോ, മഹാത്മാഗാന്ധി ആണോ, CR ദാസ് ആണോ? ഇവിടെ മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു അടുത്തടുത്ത് തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം. 10ാമത്തെ ചോദ്യം, ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം. ഗതാഗതം പഠിക്കാനുണ്ടല്ലോ, അപ്പോൾ വിമാനത്താവളം നമുക്ക് പഠിക്കുന്നത് നല്ലതാണ്, അത് പഠിക്കണം, സിലബസിലുള്ളതാണ്. ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളം, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, ഷാങ്കി അന്താരാഷ്ട്ര വിമാനത്താവളം. കിട്ടിയല്ലോ. 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണ്, ഉത്തരങ്ങൾ പരിശോധിക്കുകയാണ്. ഓരോ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഇവിടെ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയെ കണ്ടെത്താൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനെന്ന് വിശേഷിപ്പിച്ചത് ഹെറഡോട്ടസ് ആണ്, ശരിയാണ്. ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് കുഫു രാജാവാണ്, ശരിയാണ്. മനുഷ്യ ശിരസും സിംഹത്തിന്റെ ഉടലുമുള്ള ശില്പരൂപം സ്ഫിങ്സ് എന്നുള്ളതാണ്. ഇത് അബുസിമ്പൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് സൂര്യന്റെ ക്ഷേത്രം, ഉദയസൂര്യന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നതാണ് അബുസിമ്പൽ. ഈ പ്രസ്താവനയെ തെറ്റാണ്. ഓക്കെ, ഈ പ്രസ്താവന തെറ്റാണ്. വിശുദ്ധമായ എഴുത്ത് ഹൈറോഗ്ലിഫിക്സ് അത് കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാ? ഉത്തരം C ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. 2ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഏഷ്യയുടെ വാട്ടർ ടവർ, അല്ലെ, വാട്ടർ ടവർ ഓഫ് ഏഷ്യ ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതമാണ് ഹിമാലയം, കറക്റ്റാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയാന്നാ പറഞ്ഞേക്കണേ, കുറഞ്ഞെന്ന് പറഞ്ഞാൽ കറക്റ്റാ, ഇത് കൂടിയാന്നാ പറഞ്ഞത്, ഇത് തെറ്റാ. അപ്പോൾ C ആണ് ഇവിടുത്തെ ഉത്തരം. ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ പർവ്വതനിര, ശരിയാണ്. 3ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എങ്ങനെ അറിയപ്പെടും? ഇടവപ്പാതി, ശരിയാണോ? യെസ്. ഇനി കേരളത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം അറിയപ്പെടുന്നത് തുലാവർഷം, അതും ശരിയാണ്. തുലാവർഷവും ശരിയാണ്, ഇടവപ്പാതിയും ശരിയാണ്. തുലാവർഷം എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ, ഇടവപ്പാതി എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ. ഓക്കെയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്നറിയപ്പെടുന്നത് മൺസൂൺ, അല്ലേ, കാറ്റുകളാണ്, അതും ശരിയാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം കേരളം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, തെറ്റാണ്. തമിഴ്നാടാണ് ഉത്തരം. തമിഴ്നാട്, അല്ലെ, ഉത്തരം എന്നല്ല, തമിഴ്നാട് എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ട് വരിക. ഇത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 4ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ച് തുറമുഖം ഏതെന്ന് തിരിച്ചറിയുക. തുറമുഖം ഏതെന്ന് തിരിച്ചറിയുക. ഇന്ത്യ വിഭജനത്തിന്റെ ശിശു, ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം, ആ ഒറ്റതിൽ തന്നെ നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച തുറമുഖം, 1950 വന്ന തുറമുഖം അറിയാൻ പറ്റും, അല്ലേ? ഏതാണ് ഉത്തരം? ദീൻ ദയാൽ തുറമുഖം അഥവാ കാൻല തുറമുഖം, സെസ് തുറമുഖം. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം സെസ് തുറമുഖം, വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്നത്. പിന്നെ നമുക്കിങ്ങനെ ഇതൊരു ഇന്ത്യയുടെ ഭാഗമായിട്ട്, ഇത് ഗുജറാത്തിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് വരുന്നത്. അതായത് പശ്ചിമതീരവും ഉണ്ട്, പൂർവ്വതീരവും ഉണ്ട്. പശ്ചിമതീരത്ത് ഏറ്റവും വടക്കായിട്ടാണ് എന്നുള്ളത് നമുക്കിങ്ങനെ പറയാൻ പറ്റില്ലേ, അല്ലേ? വടക്കായിട്ടാണ് ആരുള്ളത്? നമ്മുടെ ഈ ഒരു തുറമുഖം ഉള്ളത്. അപ്പോൾ അത് കറക്റ്റാണ്. പശ്ചിമതീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ദീൻ ദയാൽ തുറമുഖമാണ്. ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 5ാമത്തെ ചോദ്യം, തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണെന്ന് വെച്ചാൽ പുന്നപ്ര വയലാർ സമരമാണ്. എളുപ്പമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 6ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത്. ദർശനമാല, ജാതി നിർണയം, നവമഞ്ജരി ശ്രീനാരായണ ഗുരുവുമായി ബന്ധമുള്ളതാണ്. ആത്മാനുതാപം എന്ന് പറയുന്നത് ചാവറയച്ചനുമായി ബന്ധമുള്ള കൃതിയാണ്. 7ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് TK മാധവൻ. കഴിഞ്ഞ പരീക്ഷയ്ക്കുണ്ടായിരുന്ന ചോദ്യമാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വരയ്യനാണ്. ഇത് കറക്റ്റാണ്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അത് കറക്റ്റാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഇതാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രം പറഞ്ഞാൽ ശരിയല്ല, 2ഉം 3ഉം മാത്രം ശരിയല്ല, 1, 2, 3 മാത്രം ശരിയല്ല, എല്ലാം എന്നുള്ള ഓപ്ഷനാണ് ശരി. ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 8ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം വാഗൺ ട്രാജഡിയാണോ, സവർണജാഥയാണോ, കീഴടിയൂർ ബോംബ് കേസാണോ, പട്ടണി ജാഥയാണോ? കീഴടിയൂർ ബോംബ് കേസാണ്. 9ാമത്തെ ചോദ്യം, 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. 10ാമത്തെ ചോദ്യം, ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 10 ചോദ്യം പെട്ടെന്ന് നോക്കി എത്രണ്ണം നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട്, ഏതൊക്കെയാണ് തെറ്റിപ്പോയത്,
10ൽ 10 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാരൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ, അതുകൂടി ഒന്ന് പറയാണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ PG3 അക്കാദമിയിൽ 299 രൂപയ്ക്ക് 70 മാതൃകാ പരീക്ഷകൾ ഒപ്പം 2023-24 വർഷത്തെ കറണ്ട് അഫെയർ എന്നിവ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഒരു സ്പെഷ്യൽ ഓഫർ എന്ന രീതിയിൽ ഇപ്പോൾ പറഞ്ഞ 299 രൂപയ്ക്ക് നമ്മൾ സ്കൂൾ പാഠപുസ്തകം കൂടി അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകത്തിലെ സയൻസ്, സോഷ്യൽ എന്നിവയുടെ ക്ലാസ് വൈസ്, ചാപ്റ്റർ വൈസ് നോട്ട്, ക്ലാസ് വൈസ് അല്ലേ സബ്ജക്റ്റ് വൈസ്, ചാപ്റ്റർ വൈസ് നോട്ട് കൂടി ഈ 299 രൂപയ്ക്ക് കിട്ടും. അതായത് 70 മോഡൽ എക്സാം. 70 മോഡൽ എക്സാം ഉണ്ടാവും. 2023-24 വർഷത്തെ കറണ്ട് അഫെയർ ഉണ്ടാവും. പിന്നെയാണ് നമ്മൾ പറഞ്ഞ 5 മുതൽ 10 വരെയുള്ള സ്കൂൾ പാഠപുസ്തകത്തിലെ സയൻസും ഉണ്ടാവും, അതുപോലെ തന്നെ സോഷ്യൽ സയൻസും ഉണ്ടാവും. ഇതിനകത്ത് വരും 299 രൂപയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ്. പരീക്ഷ വരെയാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഒരു വായനയ്ക്ക് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സ്പെഷ്യലായിട്ടുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കി ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നോട്ടാണ്. അപ്പോൾ ഈ ഒരു 70 മാതൃകാ പരീക്ഷ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2023-24 വർഷത്തെ കറണ്ട് അഫെയർ പ്ലസ് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ നോട്ട്സ്, സ്പെഷ്യൽ നോട്ട്സ് ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്, ഒരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചുവടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വിളിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.